ഇന്നെങ്കിലും ജാക്കിന് പണി കൊടുക്കണം. എന്റെയൊക്കെ ഇപ്പോൾ ഉള്ള ഈ പൊടിയെടുത്ത് നമുക്ക് ജാക്കിന്റെ ചായയിൽ കലർത്താം. അതെ ചങ്ങായി, ജാക്ക് എവിടെ പോയി? ആ ജാക്ക് റൂമിലുണ്ട്. പിന്നുണ്ടല്ലോ, ഈ പൊടിയില്ലേ നീ ജാക്കിന്റെ ചായയിൽ കലർത്താം. ഇല്ല എനിക്ക് പറ്റൂല. എടാ പൈസ തരടാ. പൈസ എത്ര തരും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 5000 രൂപ തരാം. അങ്ങനെയാണോ? എന്നാ ചെയ്യാ. ഇതെന്താ വിഷമൊന്നുമില്ലല്ലോ? ഇത് വിഷമൊന്നുമല്ല, ജാക്കിന് ചെറിയൊരു പണി കൊടുക്കാനാണ്. ഓക്കെ ഞാൻ ചെയ്തോളാം. ഓക്കേടാ, നീ ചെയ്യണം. നമ്മളങ്ങനെ ജാക്കിന്റെ ചായയിൽ കലർത്താനുള്ള പൊടി അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അയാളെല്ലാം ചെയ്തോളൂ. ഓക്കെ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനുള്ള ടൈം ആയല്ലോ. ഇവൻ ചായ എടുത്തേച്ചാവോ? എടാ ചായ എവിടെയടേ? അണ്ണാ തായുണ്ടണ്ണ. നിനക്കൊക്കെ കൊണ്ടു തന്നോടെടാ. സോറി അണ്ണ. ശരി. ചായ കുടിച്ചിട്ട് ഇനി പോവാം. ചായയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. എന്തോ ഒരു വയറിളക്കം, എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. അയ്യോ ഗൈസ്, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു ഗൈസ്. എനിക്കിവിടെ നിൽക്കാനില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അയ്യോ 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 ഗൈസ്, ഇതെന്താ സംഭവിച്ചേ? അയ്യോ നമ്മള് തുങ് സൗറോ? ഇതെന്താ സംഭവം? എന്താണ്? അയ്യോ നമ്മള് തുങ് സൗറായി ഗൈസ്. ഇതെനിക്ക് ആരോ തന്ന പണിയാണ് ഗൈസ്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? എടാ കള്ള, നിനക്ക് അറിഞ്ഞില്ലല്ലേടാ? എന്തോ ചായയിൽ കലർത്തിയല്ലേ? ഇല്ല അണ്ണ, എനിക്കെന്തോ അറിയില്ല. കള് പറയുന്നറ കള്ള. ഞാൻ നിന്നെ ഉണ്ടല്ലോ. അണ്ണാ സോറി അണ്ണ. ഇതിപ്പോ ഞാൻ എങ്ങനെയാ പോയിപ്പിക്ക? അണ്ണാ ഇത് മോട്ട് തന്ന പണിയാ. മോട്ടോ? ഞാൻ മോട്ടോനെ കണ്ടോളാട്ടാ. അയ്യോ ഗൈസ്, നമ്മള് വലുതായെന്ന് തോന്നുന്നു ഗൈസ്. അതെ ഗൈസ്, നമ്മള് വലുതായി ഗൈസ്. മുന്നേ ഇവന്റെ അത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഗൈസ് നോക്കി, ഇവനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മോട്ട് തന്ന പണിയാണ്. ഞാൻ മോട്ടുവിനെ വെച്ചിട്ടുണ്ട്. എടാ മോട്ടു, ഞാൻ വരുന്നുണ്ടോ. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചെങ്കിണ്ടല്ലോ, ഇവിടെ അടുത്ത് തന്നെ ഒരു മന്ത്രവാദി കാറ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ കാറിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതയുള്ള കാറുകളാണ് അവർ വിൽക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് നല്ല പണി ഉള്ളൊരു കാറ് വാങ്ങിയിട്ട് നമുക്ക് മോട്ടൊക്കെ കൊടുക്കാം ഗൈസ്. സോ ഗൈസ്, ഈ കാട്ടിലാണ് ഈ മന്ത്രവാദി താമസിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഞാൻ മന്ത്രവാദിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ മന്ത്രവാദി. എന്താടാ, നീ ആരാ? ഞാൻ ഇവിടുത്തെ ജാക്കാണ്. ജാക്കോ? ജാക്ക് എന്താ ഇങ്ങനെ? ഇതെനിക്ക് ഒരാൾ പണി തന്നതാണ്. അതെയോ? എനിക്കിപ്പോ ഇത് തിരിച്ച് പണി കൊടുക്കണം. അതിനു വേണ്ടിയായിരിക്കല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ. അപ്പോ താങ്കള് കുറച്ച് കാറുകളൊക്കെ വിൽക്കുന്നുണ്ടല്ലോ. എന്റെ ഇനി ബാക്കി 3 കാറുണ്ട്. അത് കാണട്ടെ ഏതൊക്കെയാണെന്ന്. ഇപ്പൊ കാണിച്ചു തരാം. ഓം ഗ്രീം കുട്ടിച്ചോത്ത. ഹായ്, ഇതൊക്കെയാണോ കാറുകള്? ആടാ, ഇതൊക്കെയാണ് കാറുകള്. അപ്പോ ഇതിൽ ഒന്നാമത്തെ കാറിൽ എന്താ സംഭവിക്കാന്ന് വെച്ചെങ്കിൽ, ഇത് ഒരു 10 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞാ അവര് വലുതാകുന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാറോ? രണ്ടാമത്തെ കാർ ഓടിച്ചു കഴിഞ്ഞാ അവരെ നല്ല വണ്ണം വെക്കും. വണ്ണം വെക്കോ? ഓക്കെ. അപ്പൊ ഈ മൂന്നാമത്തെ കാറോ? മൂന്നാമത്തെ കാർ ഓടിച്ചു കഴിഞ്ഞാ അവരേറ്റവും ചെറുതാവുന്നു. അപ്പോൾ ഇതിൽ ഏത് ഗൈസ് ഞാൻ എടുക്കേണ്ടത്? അപ്പോൾ ഇതിന്റെ പവർ വലിയ പോരാ ഗൈസ്, വലുതാകുക. എന്നെക്കാൾ വലുതായി കഴിഞ്ഞാൽ എന്നെ വന്നിട്ട് അവൻ തല്ലും ഗൈസ്. അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, പിന്നെ വണ്ണം വെക്കുന്നു ഗൈസ്. മോട്ട് ഓൾറെഡി ഇത് അടിച്ചിട്ടാണ്. അപ്പോൾ എനും തടി വെച്ച് കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കാറിനെ വാങ്ങാം അല്ലേ? എനിക്കപ്പോൾ ആ ചുവപ്പ് കളർ ജീപ്പ് തന്നെ മന്ത്രവാദി. ഓക്കേടാ, അപ്പോ അതിനൊരു 10 ലക്ഷം ആവും. 10 ലക്ഷം ആ കാറിനോ? ആടാ, അത് മന്ത്രവാദമൊക്കെ ഉള്ളൊരു കാറാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പെട്ടെന്നൊന്ന് ഒപ്പിച്ചിട്ട് വരാം. 10 ലക്ഷമൊക്കെ എങ്ങനെ ഒപ്പിക്കാനാണ് ഗൈസ്? സോ ഗൈസ്, എൻ്റെ ഒക്കെ ആകെ 5 ലക്ഷം ഉള്ളൂ ഗൈസ്. ഞാനിത് അതെടുത്ത് വന്നിട്ടുണ്ട്. അതേ മന്ത്രവാദി, എൻ്റെ ഒക്കെ ആകെ 5 ലക്ഷം ഉള്ളൂ മന്ത്രവാദി. അതെയോ? അത് സാരില്ലടാ, നിനക്ക് ഞാൻ 50% ഡിസ്കൗണ്ട് തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതെടുത്തോ. പക്ഷേ അതിന് ഈ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബ് ഒക്കെ കുറവാണ്. അപ്പോൾ നിന്റെ വ്യൂവേഴ്സിന് വേറെ സബ്സ്ക്രൈബ് ആക്കാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് മോട്ടൊക്കെ പണി കൊടുക്കണ്ടേ? ഓക്കേടാ, അപ്പോൾ 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് 5 ലക്ഷത്തിന് ആ ജീപ്പ് എടുത്ത് പോകാവുന്നതാണ്. താങ്ക് യു മന്ത്രവാദി. ഒരു മിനിറ്റ് മന്ത്രവാദി, എനിക്കിത് ഓട്ടാൻ പറ്റുമോ? നിനക്ക് ഓട്ടാ, നിനക്ക് പ്രശ്നമില്ല. ഞാൻ ചെറുതാവോ? ഇല്ലടാ, നിനക്ക് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം.
ഓക്കെ മോട്ടു ഐ ആം കമ്മിങ്. സോ ഗൈസ് നമ്മളിതാ മോട്ടുവിൻ്റെ ആ വില്ലേജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മോട്ടുവിൻ്റെ താമസം. ഓക്കെ, ഇവിടെയാണ് മോട്ടുവിൻ്റെ വീട് വരുന്നത്. അപ്പോൾ മോട്ടു വന്നപ്പാടെ കണ്ടോളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലെറ്ററും കൂടി വെച്ചിട്ട് പോവാം. ഓക്കെ, ഒളിച്ചൊന്ന് നോക്കാം ഗൈസ് അവൻ എന്താ ചെയ്യുന്നത്. ആഹാ, ജാക്കിന് പണിയെടുത്തപ്പോ എന്താ സുഖം. ഇനിയിപ്പോ പെട്ടെന്ന് വീട്ടിലോട്ടൊക്കെ പോട്ടെ. ഹാ, ഇതാ പുതിയ കാറ്. ഇതാരാ ഇവിടെ ഇപ്പൊ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ലെറ്റർ ഉണ്ടല്ലോ. ഹായ് മോട്ടു, ഇത് നിനക്ക് തരുന്ന ഒരു സമ്മാനമാണ്. എനിക്കോ? ഞാനാരാണ്? ഓക്കെ ഓക്കെ, ഇത് നിനക്ക് ഇഷ്ടം പോലെ സമയം ഓടിക്കാവുന്നതാണ്. ആഹാ, ഇത് എനിക്കുള്ള കാറാണല്ലോ. ഓടിച്ചോക്കാം. ആഹാ, ഈ കാർ അടിപൊളിയാണ്. എന്നോട് ഇത്രയും സ്നേഹമുള്ള ആരാണിപ്പാ? അയ്യോ, അങ്ങനെ ഇത് കൊറേ ഓടിച്ചോക്കി. എന്തായാലും എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു. ഒരു മിനിറ്റ്. അയ്യോ, ഇതെന്താ സംഭവിച്ചേ? ഇത്ര സമയം ഞാൻ വലുതായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ ചെറുതായോ? ഇതെങ്ങനെ സംഭവിച്ച്? യെസ് ഗൈസ്, അങ്ങനെ മോട്ട് കുടുങ്ങി ഗൈസ്. ഹായ് മോട്ടു, എങ്ങനെയുണ്ട്? എടാ, ഇത് നീ തന്ന പണിയാണല്ലേ? ആടാ, നീ എനിക്ക് തന്നില്ലേ പണി? അപ്പൊ ഞാൻ നിനക്ക് തിരിച്ചു തരണ്ടേ? പ്ലീസടാ, എന്നെ ശരിയാക്കടാ. ഇല്ലടാ, ഞാൻ നിന്നെ ശരിയാക്കാൻ പോകുന്നില്ലടാ. നീ എന്നെ ആദ്യം ശരിയാക്ക്. എടാ, ഞാൻ നിന്നെ ശരിയാക്കാടാ. അതാ ഈ മരുന്ന് കുടി, അപ്പൊ നീ ശരിയായിക്കോളൂ. ആഹാ, അങ്ങനെ വാ വൈക്ക്. ഇപ്പൊ മരുന്ന് താ. സോ ഗൈസ്, നമ്മളെ മോട്ട് നമുക്കൊരു മരുന്ന് തന്നിട്ടുണ്ട്. നമുക്കിത് കുടിച്ചോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ നോർമൽ ആയിട്ടുണ്ട്. മോട്ടോ, നിന്നെ ഞാൻ നോർമൽ ആക്കണം അല്ലേ? ആ ജാക്കേ, നോർമലാക്ക്. ആ, അതൊക്കെ നോർമലാക്കാ. അത് ഇവര് പറയട്ടെ കേട്ടാ. മോട്ടുവിനെ നോർമലാക്കണം നിങ്ങൾ കമന്റിൽ പറയാ ഗൈസ്. ഓക്കെ എടാ പ്ലീസ് എടാ. ആ, അങ്ങനെ തന്നെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബിലേക്കും. ഓക്കെ, ബൈ ബൈ.